കൂടി തിന്മയുള്ളവരെ മാറ്റി ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 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 ആ, ഒരു 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 വരവും കൂടിയുണ്ട്. ആ വരവ് ആരുടേതാണ്? ദൈവം നമ്മളിലേക്ക് വരുന്നതല്ല, നമ്മൾ ദൈവത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ആദ്യത്തെ വരവിനും അവസാനത്തിൻ്റെ വരവ്, ആ വരവിൻ്റെ ഇടയ്ക്ക് ഒരു വരവുള്ളത്, നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു വരവാണത്. ആ വരവ് നന്നായിരിക്കണം. ആ വരവിനെയാണ് നമ്മൾ വാസ്തവത്തിൽ ഈ സമയത്ത്, പ്രത്യേകിച്ചും ഈ ആഗമന കാലത്ത് തയ്യാറാക്കുന്നത്, നമ്മളെ പറ്റി ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി. എവിടെ? കുടുംബത്തിൽ. എങ്ങനെയാണ് അടുക്കുന്നത്? ഞാൻ രണ്ട് മൂന്ന് ചെറിയ ചെറിയ ഉദാഹരണം, സമയം എടുക്കുമെന്ന് അറിയത്തില്ല, ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എന്ന് പറഞ്ഞ്, ഞാൻ ഒരു പ്രാവശ്യം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. ഒരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലേക്ക് പോവാം, പക്ഷെ സമയമെടുക്കും അവിടെ ചെല്ലാൻ, ദൂരമുള്ളതുകൊണ്ട്. അതുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അന്ന് ഭയങ്കര ക്രൗഡ്, എനിക്ക് ആ ട്രെയിനിലേക്ക് കയറാൻ പറ്റുന്നില്ല. എൻ്റെ സീറ്റ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചുമ്മാ കണ്ട ഒരു കമ്പാർട്ട്മെന്റിൽ കയറി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇട്ട് നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് എൻ്റെ സീറ്റ് എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര തിരക്കുണ്ടെങ്കിലും അയാൾ പറഞ്ഞു ഇതിനകത്താണല്ലോ എന്ന്. എനിക്ക് അങ്ങും ഇങ്ങും പോകാൻ പറ്റില്ല. ദൈവം എന്നെ അങ്ങ് സഹായിച്ച പോലെ പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അത് എനിക്കൊരു ദൈവം തന്ന ഒരു അനുഗ്രഹം. അങ്ങനത്തെ അനുഗ്രഹം കുടുംബത്തിൽ ഒത്തിരി കിട്ടും. നമ്മൾ ഓർക്കാപ്പുറത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, നമുക്ക് കിട്ടേണ്ടത് ദൈവം തരികയും ചെയ്യുന്നു. അങ്ങനെ ആ കിട്ടുന്നതിന് നന്ദി പറയുകയാണ് ഒരു ഒരുക്കത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമതുള്ള ഒരു ഗുണം, നമുക്ക് ചില നല്ല ആൾക്കാരെ കാണുമ്പോൾ അവരുടെ സ്വഭാവം നമ്മുടെ അമ്മയുടെ സ്വഭാവമായിരിക്കും. എന്തൊരു നല്ല സ്നേഹമാണ് എൻ്റെ അമ്മയുടെ. ആ സ്വഭാവം എനിക്കായിരുന്നെങ്കിലോ എന്ന് നമ്മൾ ഓർത്തു പോയി. ഞാൻ ഒരു പ്രാവശ്യം ഓട്ടോ റിക്ഷയിൽ യാത്ര ചെയ്യുക. എൻ്റെ അടുത്തിരുന്ന ഒരു സ്ത്രീ, ഞാൻ അറിയപ്പോലും ഇല്ല ആരാന്ന്. ആ സ്ത്രീ അടുത്തിരുന്നപ്പോൾ ഒരു കൊച്ച് ആ റോഡിലേക്ക് ഇറങ്ങി വരുന്നു. ആ ഓട്ടോറിക്ഷയിൽ ഇരുന്നപ്പോൾ ആ ചേട്ടത്തി നിർത്താൻ പറഞ്ഞു വണ്ടിക്കാരനോട്. ആ വണ്ടിക്കാരൻ അവിടെ നിർത്തി, ഓട്ടോക്കാരൻ അവിടെ നിർത്തി. പെട്ടെന്ന് ആ ചേട്ടത്തി അതിനെ എടുത്ത്, ആ സ്ത്രീ ആ കൊച്ചിനെ എടുത്തു, ആ ഗേറ്റിനകത്ത് കൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ അവിടെ ഇരിക്കുന്നു, അവരുടെ അടുത്ത് കൊടുത്ത് അവരെ ദേഷ്യപ്പെട്ട് കൊച്ചിനെ പുറത്ത് വിടരുതെന്ന് പറഞ്ഞു. വന്നിരുന്നു ഒന്നും അറിയാതെ എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ സ്വഭാവം അത്. ആ അമ്മയുടെ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലോ ആരും അറിയാതെ ഒരു നാച്ചുറലായിട്ട് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം അത്. ആ സ്വഭാവം ഉണ്ടായെങ്കിലോ എന്ന് നമുക്ക് തോന്നുന്ന അവസരങ്ങളുണ്ട്. അങ്ങനത്തെ അവസരം നമ്മുടെ കുടുംബത്തിലുണ്ട് വളരെയധികം. നമ്മൾ കുടുംബത്തിൽ ജീവിതം നയിക്കുമ്പം കുടുംബത്തിൽ നമ്മളെ ആൾക്കാർ അവരുടെ നല്ല സ്വഭാവം കണ്ടുകൊണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ പറയണം, ഓ എന്ത് നല്ല സ്വഭാവമാണ് എൻ്റെ അമ്മയുടേത്, എൻ്റെ അപ്പച്ചൻ്റെ സ്വഭാവം എന്ത് നല്ല സ്വഭാവമാണ്, എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം എന്ത് സ്വഭാവം, എൻ്റെ പെങ്ങളുടെ സ്വഭാവം എന്ത് നല്ല സ്വഭാവം. ആ സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിലോ, ആ ജീവിതം എനിക്കുണ്ടായിരുന്നു, നമ്മുടെ കുടുംബം അതുകൊണ്ടല്ലേ നന്നായിരിക്കുന്നത്. അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ നന്മ, അത് വാസ്തവത്തിൽ കുടുംബത്തെ പിന്നെയും നന്ദി പറയുന്നതും അവർ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരോട് നന്ദി പറയുന്നതും വാസ്തവത്തിൽ നമ്മുടെ കുടുംബത്തെ പൊക്കിക്കൊണ്ട് തന്നെ വരും. നമ്മുടെ ആ കുടുംബം വളർത്തിക്കൊണ്ട് തന്നെ വരും. മൂന്നാമതൊരായിട്ട് ഞാനൊന്നും പറയാം. ഒരു പ്രാവശ്യം ഞാനൊരു പ്രാവശ്യം രാത്രിയിൽ യാത്ര ചെയ്യും. എൻ്റെ മോട്ടോർ സൈക്കിൾ എടുത്തങ്ങ് നിന്നുപോയി. പക്ഷേ ഞാൻ അത് തള്ളിക്കൊണ്ട് പോകണം 2-3 കിലോമീറ്റർ അകലെ. അത് തള്ളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എവിടുന്നോ ഒരു സന്ധ്യയായ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. ഞാൻ കണ്ടു ആ മോട്ടോർ സൈക്കിൾ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്, നിന്ന് പോയില്ലോ എന്ന് പറഞ്ഞു. അന്നേരം അയാൾ പറഞ്ഞു വേണ്ട ഞാൻ തള്ളിത്തരാന്ന്. 3 കിലോമീറ്റർ തള്ളിക്കൊണ്ടേ ആ മനുഷ്യൻ എന്നെ ആ വർക്ക്ഷോപ്പിൽ കൊണ്ടേ എത്തിച്ചു ഒരു രാത്രിയിൽ. അന്നേരം ആ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല, എവിടുന്ന് വന്നാണ്, പെട്ടെന്ന് ഇങ്ങ് വന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന എന്തുമാത്രം അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ അത് തള്ളിക്കൊണ്ട് പോകുന്ന, ഞാനൊരു പള്ളിയിലേക്കാണ് പോയത്, വേറൊരു പള്ളിയിലേക്ക്. അവിടെ ചെന്നപ്പം ഞാൻ ആ പള്ളിയിൽ ചെന്ന് ആ പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരെയും, അച്ഛന്മാരെയും എല്ലാവരെയും ആ രാത്രിയിൽ വിളിച്ച് അവരോട് ഞാൻ പറഞ്ഞു, ഏതോ ഒരു മാലാഖ എന്നെ വന്ന് സഹായിച്ചു കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം നടന്നു, ആരാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, കൊണ്ട് ഏൽപ്പിച്ചു, അങ്ങനെ അവിടുന്ന് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ. അത് അങ്ങനെ ഒരു കുടുംബത്തിന് എന്തുമാത്രം നന്മ കിട്ടുന്നുണ്ട്, പല തരത്തിലും കിട്ടുന്നു. ആ കാര്യം നമ്മൾ ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം, മറ്റുള്ളവരോട് പറയണം, നമ്മുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ദൈവത്തോട് നന്ദി പറയണം. അങ്ങനെയാണ് വാസ്തവത്തിൽ കുടുംബം നമുക്കൊരു പരസ്പര സ്നേഹത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഇടമായി മാറുന്നത്. അങ്ങനത്തെ ഒരു കുടുംബ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു വരികയാണെങ്കിൽ വാസ്തവത്തിൽ നല്ലതായിരിക്കും.
നമ്മുടെ കുടുംബത്തിനും നമുക്കും. ഇന്ന് മുനമ്പത്ത് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് മുനമ്പത്തിലെ ആർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണ് അവരുടെ ആരും. ആ കുടുംബജീവിതത്തിന് നയിക്കുന്ന ആൾക്കാർക്കാണ് അവരുടെ സ്വത്തും അവരുടെ എല്ലാം വീടും എല്ലാം പോകും എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ അവരോടൊത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനാണ് അതിൻ്റെ അനുഗ്രഹം കിട്ടുന്നത്. അവർക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും ആ നിസ്വാർത്ഥതയുള്ള ഏതവർക്കും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. നമുക്കും കിട്ടും, ആ കുടുംബക്കാർക്കും കിട്ടും. എന്തുമാത്രം നമ്മളിൽ നിസ്വാർത്ഥതയുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന്, അതാണ് അതിൻ്റെ എല്ലാ അടിസ്ഥാനം. അങ്ങനെയാകുമ്പം കുടുംബവും നന്നായിട്ട് വരും. നമ്മൾ ഇങ്ങനത്തെ ഒരു നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവസാനത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കും. കുടുംബം പുഷ്ടമായിട്ടിരിക്കും, ക്രിസ്തീയ അന്തരീക്ഷം ഉണ്ടാവും. ആ ക്രിസ്തീയ അന്തരീക്ഷത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്കും ഈ ചൈതന്യം പടർന്നുകൊണ്ടേയിരിക്കും. മുൻപത്തെ ആൾക്കാരുടെ കുടുംബത്തിലേക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മറ്റുള്ള കുടുംബങ്ങളിലേക്കെല്ലാം, ക്രിസ്ത്യാനിയാണെങ്കിലും മറ്റു മതവിശ്വാസികൾ, അവരിലേക്കെല്ലാം നമ്മുടെ നല്ല കുടുംബ ചൈതന്യം ചെല്ലുകയും ചെയ്തു. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം. അങ്ങനെയാകാൻ വേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും, എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും വിശേഷിച്ച് ഈ സമയത്തിൽ, ഈ ആഗമന കാലത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചൊരു ആശീർവാദം കൂടെ. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ എന്നെ കേട്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഓർത്ത് അവരെ അങ്ങയുടെ കൈകളിലേക്കും ഞാൻ ഏൽപ്പിക്കുകയാണ്. വളരെയേറെ ബുദ്ധിമുട്ടുള്ള ജനങ്ങളെ മനസ്സിലോർത്ത് ഇന്ന് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപത്തെ ജനങ്ങൾ, അതുപോലെയുള്ള എന്തുമാത്രം ജനങ്ങൾ, അന്യായത്തിൽ ജീവിക്കുന്ന വളരെയേറെ ജനങ്ങളുണ്ട്. അവർക്ക് ന്യായം കിട്ടണം. ദൈവമാണ് ന്യായം. ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, ദൈവമേ അങ്ങ് പറയുകയുണ്ടായി, ന്യായമാണ്, ദൈവം ന്യായമാണ്, ന്യായത്തിൽ വേണം ജീവിക്കാൻ. ദൈവം സത്യവും ന്യായമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. ആത്മാവിനാലും സത്യത്താലും ജീവിക്കുന്ന ഒരു ജനതയാണ് ഞാൻ വേണ്ടത്. അതാണ് എൻ്റെ ജീവിതമെന്ന് അവിടെ പറയുകയുണ്ടായി. ആ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകാനാണ് ഞങ്ങളെല്ലാവരും ഓർക്കുന്നത്. ആത്മാവിനാലും സത്യത്തിനാലും ജീവിച്ചുകൊണ്ട് ന്യായമായ വഴിയിലൂടെ ഞങ്ങൾ പോകണം, ഞങ്ങളെ നയിക്കണം എന്ന് ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ മനുഷ്യർക്കും, അന്യായത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും അങ്ങ് അവരെ രക്ഷിക്കുകയും പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.